ഹലോ, എഡ്യൂനോട്സിലേക്ക് സ്വാഗതം. പ്രൊഫസർ എസ് അച്യുത വാര്യരുടെ കേരള സംസ്കാരം അധ്യായം 4. സംഘകാല കേരളം, ജീവിതവും സംസ്കാരവും. സംഘസാഹിത്യം. തമിഴിലെ അതിപ്രാചീന ഗാനകൃതികളാണ് സംഘസാഹിത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളം പ്രാചീന കാലത്ത് തമിഴകത്തിന്റെ ഭാഗമായിരുന്നതിനാൽ സംഘകൃതികളുടെ പഠനം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്ര പഠനത്തിന് സഹായകമാണെന്ന് മാത്രമല്ല അനുപേക്ഷണീയവുമാണ്. സംഘകൃതികളിൽ പലതും കേരളീയരെ കുറിച്ച് എഴുതപ്പെട്ടതോ കേരളീയരായ കവികൾ എഴുതിയിട്ടുള്ളതോ ആണെന്ന വസ്തുതയും ഇവിടെ അവയ്ക്കുള്ള പ്രാധാന്യത്തിന് നിദാനമാണ്. പല കാലങ്ങളിലായി ജീവിച്ചിരുന്ന കവികൾ എഴുതിയ കൃതികളെ പണ്ഡിത സംഘം വിഷയ സ്വഭാവത്തെ മുൻനിർത്തി വകതിരിച്ച് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചവയാണ് സംഘം കൃതികൾ. തമിഴിൽ ചങ്കം എന്നാണ് രൂപം. പാണ്ഡ്യ രാജധാനിയിൽ നിലവിലിരുന്ന പണ്ഡിത സദസ്സ് എന്ന അർത്ഥത്തിൽ മധുരാപുരി ചങ്കം എന്ന് പലയിടത്തും പരാമർശിച്ചു കാണുന്നു. ഇത്തരം 3 സംഘങ്ങൾ മുതർച്ചങ്കം, ഇടയച്ചങ്കം, കടയച്ചങ്കം നിലവിലിരുന്നതായി ചിലർ പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും 1-2 സംഘകാലത്തെ കൃതികളെ കുറിച്ച് ഉറപ്പിച്ചു പറയാവുന്നതായി വളരെയൊന്നും കണ്ടുകിട്ടിയിട്ടില്ല. ഏതായാലും പ്രാമാണികരായ പല ചരിത്രകാരന്മാരും 3 പ്രത്യേക സംഘങ്ങളുടെ കാര്യം പറഞ്ഞിട്ടില്ല. സംഘകാലത്തെ കുറിച്ച് ഏകാഭിപ്രായമില്ല. പ്രാക്തനത മഹത്വത്തിന്റെ മാനദണ്ഡമാണെന്ന ധാരണയാലാകാം യാഥാസ്ഥിതികരായ തമിഴ് ചരിത്രകാരന്മാർ സംഘകാലം BC-യിലേക്ക് കൊണ്ടുപോകാൻ വ്യഗ്രത കാണിച്ചിട്ടുള്ളത്. കൃഷ്ണസ്വാമി അയ്യങ്കാർ ക്രിസ്തുവിന് ഇരുപുറവുമായിട്ടാണ് സംഘകാലം നിർണയിച്ചിട്ടുള്ളത്. ശ്രീധരമേനോൻ 1 മുതൽ 4 വരെയും ഇളംകുളം 4 മുതൽ 8 വരെയുമുള്ള നൂറ്റാണ്ടുകൾ സംഘകാലമായി കണക്കാക്കുന്നു. പ്രാമാണിക തമിഴ് ചരിത്രകാരന്മാരായ S. വയ്യാപുരി പിള്ളയും KA. നീലകണ്ഠ ശാസ്ത്രിയും AD 2-ാം നൂറ്റാണ്ടോളം പഴക്കമുണ്ടാകാം എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. AD ആദ്യ നൂറ്റാണ്ടുകൾ എന്ന് സാമാന്യമായി പറയാം. തമിഴിലെ പുരാതന ഗാന സമുച്ചയത്തെ 3 വിഭാഗങ്ങളായി തരം തിരിച്ചിരിക്കുന്നു. 8തുക, 10പാട്ട്, 11 കീഴ്ക്കണക്ക്. ആദ്യത്തെ 2ഉം ചേർത്ത് 11 മേൽക്കണക്ക് എന്നും വ്യവഹരിക്കാറുണ്ട്. ഇവയും തൊൽക്കാപ്യം എന്ന വ്യാകരണ ഗ്രന്ഥവും ചിലപ്പതികാരം, മണിമേഖല എന്നീ കാവ്യങ്ങളും കൂടിച്ചേരുമ്പോൾ സംഘസാഹിത്യം ഏതാണ്ട് പൂർണ്ണമാകും. പുറനാനൂറ്, അകനാനൂറ്, 10-10, കുറുന്തൊകൈ, കലിത്തൊകൈ, ഐങ്കുറുനൂറ്, നറ്റിണൈ, പരിപാടൽ തുടങ്ങിയ 8 കവിതാ സമാഹാരങ്ങൾ ചേർന്നതാണ് 8തുക. തുക എന്നാൽ സമാഹാരം. ഇവയിൽ ആദ്യത്തെ 4 എണ്ണത്തിലാണ് കൂടുതൽ പഴക്കമുള്ള കവിതകൾ ഉൾക്കൊള്ളുന്നത്. ഇതുപോലെ 10പാട്ടിൽ പുരുനരാറ്റുപടൈ, പെരുമ്പണാറ്റുപടൈ, ചെറുവണാറ്റുപടൈ, പട്ടിണിപ്പാലൈ, മധുരൈ കാഞ്ചി തുടങ്ങി 10 കവിതാ സമാഹാരങ്ങളുണ്ട്. തിരുക്കുറൽ, നാലടിയാർ, കളവഴി 40 മുതലായവ 11 കീഴ്ക്കണക്കിൽ ഉൾപ്പെടുന്നു. ഇവയെല്ലാം തന്നെ മേൽക്കണക്കിലുള്ളവയ്ക്ക് ശേഷമുണ്ടായിട്ടുള്ളതാണെന്ന് കരുതിപ്പോരുന്നു. അകവും പുറവും. വിഷയ സ്വഭാവമനുസരിച്ച് സംഘസാഹിത്യത്തിന് അകം കവിതകളെന്നും പുറം കവിതകളെന്നും 2 വിഭാഗം കൽപ്പിച്ചിട്ടുണ്ട്. പ്രേമസംബന്ധമായ ഇതിവൃത്തമുള്ള കവിതകൾക്കാണ് അകമെന്ന് പറയുന്നത്. പ്രേമമെന്ന മധുരവികാരം നിറഞ്ഞു നിൽക്കുന്ന ഈ സുന്ദര കാവ്യങ്ങളിൽ ആ കാലഘട്ടത്തിന്റെ കലയും സംസ്കാരവും എല്ലാം പ്രതിഫലിച്ചു കാണാം. 8തുകയിൽ ഉൾപ്പെട്ട അകനാനൂറ്, ഐങ്കുറുനൂറ്, നറ്റിണൈ, കുറുന്തൊകൈ, കലിത്തൊകൈ ഇവയെല്ലാം അകം വിഭാഗത്തിൽ പെടുന്നതാണ്. ഐന്തിണൈ. അകം കവിതകൾ 5 വിധമുണ്ട്. ഭൂപ്രകൃതിയുടെ പ്രത്യേകതകളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ വിഭജനം. പർവ്വത പ്രദേശം കുറിഞ്ഞി, ഫലപുഷ്ടിയില്ലാത്ത ഊഷരഭൂമി പാലൈ, കുന്നുകളും താഴ്വാരങ്ങളും ചേർന്ന പ്രദേശം മുല്ലൈ, നദീതട സമതല പ്രദേശം മരുതം, സമുദ്രതീര പ്രദേശം നെയ്തൽ. ഇവയാണ്
ആ വിഭാഗങ്ങൾ. ഈ 5 പ്രദേശങ്ങൾ, അതായത് കുറിഞ്ഞി, പാലൈ, മുല്ലൈ, മരുതം, നെയ്തൽ, ഈ 5 പ്രദേശങ്ങൾ എന്ന ആശയത്തോട് യോജിക്കാത്തവരുമുണ്ട്. ഇവരുടെ പക്ഷത്തിൽ കുറിഞ്ഞിക്ക് ശേഷം പാലൈ എന്നൊന്നില്ല. കുറിഞ്ഞി നിലത്തിന്റെയും മുല്ല നിലത്തിന്റെയും അവസ്ഥാന്തരം മാത്രമാണ് പാലൈ. തൊൽക്കാപ്പിയർ പാലൈ നിലത്തിന് പ്രത്യേക പദവി അനുവദിച്ചിട്ടുമില്ല. അതത് പ്രദേശത്തെ അധിവസിക്കുന്ന ജനങ്ങളുടെ പ്രേമവികാരത്തിന് വ്യത്യാസം ഉണ്ടാകാമെന്നത് പ്രാചീന തമിഴ് കവികളുടെ ഒരു സങ്കേതമാണ്. ഓരോ പ്രദേശത്തുള്ള കാമുകരുടെ അനുരാഗ കഥകളെ കുറിച്ചുള്ള പാട്ടുകൾക്ക് ആ പ്രദേശത്ത് സാധാരണമായി കാണുന്ന വൃക്ഷങ്ങളുടെയോ ചെടികളുടെയോ പേര് കൊടുത്തിരിക്കുന്നു. അതനുസരിച്ച് കുറിഞ്ഞിപ്പാട്ട്, പാലൈപ്പാട്ട്, മുല്ലൈപ്പാട്ട്, മരുതം പാട്ട്, നെയ്തൽ പാട്ട് എന്നിവയാണ് അകങ്കവിതയുടെ വിഭാഗങ്ങൾ. 5 പ്രദേശങ്ങളെയും അവിടെ രൂപം കൊണ്ട പ്രേമകാവ്യങ്ങളെയും ഐന്തിണൈ എന്ന് വ്യവഹരിക്കും. കളവും കർപ്പും. തമിഴകത്തെ പ്രാചീന ജനതയുടെ പ്രണയസങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട കൗതുകകരമായ പല ആചാരങ്ങളും അകങ്കവിതകളിൽ പ്രതിഫലിച്ചു കാണുന്നുണ്ട്. അതിലൊന്നാണ് കളവും കർപ്പും. സ്ത്രീ പുരുഷന്മാർ സ്വേച്ഛയാ നടത്തുന്ന ഗാന്ധർവ വിവാഹം സംഘകാലത്ത് സാധാരണമായിരുന്നു. പരസ്പര അനുരക്തരായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന നായികാനായകന്മാരുടെ പ്രണയ വൃത്താന്തമേ ഐന്തിണകളിൽ വർണ്ണിക്കാവൂ എന്ന് തൊൽക്കാപ്യം അനുശാസിക്കുന്നുണ്ട്. ഈ പ്രേമ വിവാഹത്തിന് 2 അവസ്ഥകളാണുള്ളത്: കളവും കർപ്പും. നായികാനായകന്മാരുടെ പ്രഥമ ദർശനവും തുടർന്നുള്ള വിവാഹപൂർവ്വ സമാഗമങ്ങളും അവയ്ക്കിടയിലുള്ള വേർപാടുകളും കളവിൽ ഉൾപ്പെടും. ഇതിന് തന്നെ 4 അവസ്ഥകളുണ്ട്. പ്രഥമ ദർശനത്തിൽ പരസ്പര അനുരക്തരാകുന്നത് 1-ാം ഘട്ടം. അടുത്ത ദിവസം അതേ സ്ഥലത്ത് വെച്ച് പുനഃസമാഗമം നടത്തുന്നത് 2-ാം ഘട്ടം. തോഴൻ വഴിയുള്ള സമാഗമം 3-ാം ഘട്ടം. തോഴിയുമായുള്ള സമാഗമം, അതായത് തോഴി വഴിയായുള്ള സമാഗമം 4-ാം ഘട്ടം. തോഴിയുടെ ഒത്താശയോടുകൂടി സമാഗമങ്ങൾ രാവും പകലും തുടരും. ഇത് ഇരവുകുറി, പകൽക്കുറി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇത്രയും ആകുമ്പോഴേക്കും നായകന്റെ പ്രേമദാർഢ്യം പരീക്ഷിച്ചറിയാനായി തോഴി എതിരു പറയും. പ്രേമനൈരാശ്യം വന്ന നായകൻ മടലേറുമെന്ന് ഭീഷണിപ്പെടുത്തും. കഴുത്തിൽ എരിക്കിൻ പൂ മാലയണിഞ്ഞ് നായികാഭവനത്തിന് മുമ്പിൽ പെരുവഴിയിൽ വെയിലും മഞ്ഞും മഴയും വകവയ്ക്കാതെ പനമടൽ കുതിരയുടെ പുറത്തു കയറി മരണപര്യന്തം നിരാഹാര സത്യാഗ്രഹം നടത്തുന്നതാണ് മടലേറൽ. സ്ത്രീകൾ മടലേറുന്ന പതിവില്ലെന്ന് തൊൽക്കാപ്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. പ്രേമവൃത്താന്തം മറ്റുള്ളവർ അറിയുന്നതോടെ നായികാനായകന്മാർ വിവാഹിതരാകും. വിവാഹാനന്തര പ്രേമത്തിനാണ് കർപ്പ എന്ന് പറയുന്നത്. നായികാനായകന്മാരുടെ അനുരാഗ കഥ വെളിപ്പെടുന്നത് മുതൽ കർപ്പ ആരംഭിക്കുന്നതായും ചിലർ കരുതുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം നാടക വഴക്ക്, അതായത് നാട്യധർമ്മിയാണെന്നും ഉലകിൻ വഴക്കം, അതായത് ലോകധർമ്മി അല്ലെന്നും തൊൽക്കാപ്യം എടുത്തു പറയുന്നത് ശ്രദ്ധേയമാണ്. പുറം കവിത. രാജ്യതന്ത്രം, യുദ്ധം, സൈന്യം, വാണിജ്യം, ദാനം, കീർത്തി തുടങ്ങി പലതും പുറം കവിതയ്ക്ക് വിഷയമാണ്. രാജാക്കന്മാരുടെ സമരചരിതങ്ങൾ, വീരാപദാനങ്ങൾ, അവരെ പ്രകീർത്തിച്ച കവികൾക്കും വിറലികൾക്കും നൽകിയ ദാനങ്ങൾ ഇവയൊക്കെയാണ് ഇതിൽ വർണ്ണിതമായിരിക്കുന്നത്. പുറം വിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ 8 തുകയിൽ ഉൾപ്പെടുന്ന പുറനാനൂറും പതിറ്റുപത്തുമാണ്. സംഘ സാഹിത്യത്തിൽ ഏറ്റവും പഴക്കമുള്ളതെന്ന് കരുതി പുറനാനൂറ് നമ്മുടെ സംസ്കാരത്തിന്റെ അതിപ്രാചീനമായ ഒരു രേഖയാണ്. സംഘകാലത്തെ രാഷ്ട്രീയ ചിത്രം. സംഘകാലത്ത് 3 രാഷ്ട്രീയ ശക്തികളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. തെക്ക് ആയിരാജ്യം, അതിന് വടക്ക് ചേര സാമ്രാജ്യം, വടക്കേ അറ്റത്ത് ഏഴിമല രാജവംശം. ആയിരാജ്യം പമ്പാ നദി മുതൽ, അതായത് ബാരിസ് മുതൽ കന്യാകുമാരി വരെയുള്ള ഭൂവിഭാഗത്തെ ടോളമി ആയ് എന്ന് വിളിക്കുന്നു. അറബിക്കടൽ മുതൽ കിഴക്കോട്ട് സഹ്യപർവ്വത പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ആയ് രാജ്യം. ആയ് ആണ്ടിരൻ, തിതിയൻ, അതിയൻ എന്നീ 3 ഭരണാധികാരികളെ കുറിച്ച് സംഘകൃതികളിൽ പരാമർശമുണ്ട്. ആയ് രാജാക്കന്മാരുടെ ആസ്ഥാനം സഹ്യാദ്രിയിലെ പൊതിയൽ മലയിലെ ആയ്ക്കുടിയാണെന്ന് പുറനാനൂറിൽ പറഞ്ഞിട്ടുണ്ട്.
ആയിരാജ്യത്തിന്റെ പതനത്തെ തുടർന്ന് പാണ്ഡ്യരുടെയും പിന്നീട് രാമവർമ്മ കുലശേഖരന്റെ കാലത്ത് വേണാടിന്റെയും അധീനതയിലായി ആയ്ക്കുടി. 1802 ഇംഗ്ലീഷുകാർ തെങ്കാശി കൈവശപ്പെടുത്തിയപ്പോൾ ആയ്ക്കുടിയിൽപ്പെട്ട ചെങ്കോട്ടയും അവർ കൈയടക്കി. പിന്നീട് തിരുവിതാംകൂർ മഹാരാജാവിന്റെ നിവേദന ഫലമായി തിരിച്ചുകിട്ടി. തിരുവിതാംകൂറിൽ കൊല്ലം ഡിവിഷനിൽപ്പെട്ട ചെങ്കോട്ട താലൂക്കിലെ ഒരു പകുതിയായിരുന്നു ആയ്ക്കുടി. 1956 സംസ്ഥാന പുനർവിഭജനത്തെ തുടർന്ന് ആയ്ക്കുടി തമിഴ്നാടിന്റെ ഭാഗമായി. രാജ്യത്തിന്റെ ഔദ്യോഗിക മുദ്ര ആനയായിരുന്നു. സഹ്യാദ്രി വനങ്ങൾ ആനയുടെ ആവാസ കേന്ദ്രമാണല്ലോ. രാജ്യം പാണ്ഡ്യർക്ക് അധീനമായപ്പോൾ അവരും ആ മുദ്ര സ്വീകരിച്ചു. കേരള സർക്കാരിന്റെ ഔദ്യോഗിക മുദ്രയിലും 2 ആനയുള്ള കാര്യം ശ്രദ്ധേയമാണല്ലോ. ആയ്ക്കുടി, പേരായക്കുടി, ആയിരവേലി, ഐരൂർ തുടങ്ങിയ പല ദേശനാമങ്ങളും രാജ്യത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നു. പതിറ്റുപ്പത്ത്. രാജ്യത്തിന് വടക്ക് കുട്ടനാട് മുതൽ വടക്കേ അറ്റത്ത് ഏഴിമല, കണ്ണൂർ വരെ ചേര സാമ്രാജ്യം വ്യാപിച്ചിരുന്നു. പുറം വിഭാഗത്തിലെ ഒരു പ്രധാന കൃതിയായ പതിറ്റുപ്പത്തിൽ നിന്ന് ചേര സാമ്രാജ്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. 10 ചേര രാജാക്കന്മാരുടെ വീരാപദാനങ്ങളാണ് ഇതിൽ വർണ്ണിതമായിരിക്കുന്നത്. ഓരോ രാജാവിനെ കുറിച്ച് ഓരോ കവി എഴുതിയ 10 പാട്ടുകൾ, അങ്ങനെ 10 പേരെ കുറിച്ചുള്ള 10 ദശകങ്ങൾ, അതാണ് പതിറ്റുപ്പത്ത്. ആദ്യത്തെയും അവസാനത്തെയും 10കൾ ലഭിച്ചിട്ടില്ല. 2 മുതൽ 9 വരെയുള്ള 10കളിൽ താഴെ പറയുന്ന ചേര രാജാക്കന്മാർ വർണ്ണിതരായിരിക്കുന്നു. 2. നെടും ചേരലാതൻ, കുമ്മട്ടൂർ കണ്ണനാർ എന്ന കവിയാണ് എഴുതിയിരിക്കുന്നത്. 3. പല്യാനെ ചെൽക്കെഴുക്കുട്ടുവൻ, പാലൈ ഗൗതമനാർ എന്ന കവിയാണ് എഴുതിയിരിക്കുന്നത്. 4. കളങ്കായ് കണ്ണിനാർ മുടിച്ചേരൽ, കാപ്പിയാറ്റു കാപ്പിയനാർ എന്ന കവിയാണ് എഴുതിയിരിക്കുന്നത്. 5. കടൽ പിറകോട്ടിയ വേൽക്കെഴുക്കുട്ടുവൻ, പരണറാണ് കവി. 6. ആട്ടുകോട്ടു പാട്ടു ചേരലാതൻ, കാക്കേ പാടിനിയാർ നച്ചെല്ലയാർ ആണ് കവി. 7. ചെൽവക്കടും കോ വഴിയാതൻ, കപിലറാണ് കവി. 8. പെരും ചേരൽ ഇരുമ്പൊറൈ, അരസിൽ കിഴാറാണ് കവി. 9. ഇളം ചേരൽ ഇരുമ്പൊറൈ, പെരുംകുറ്റൂർ കിഴാറാണ് കവി. ഇവരിൽ ചിലരെങ്കിലും പരമാധികാരികളായ രാജാക്കന്മാരായിരുന്നില്ല, യുവരാജാക്കന്മാർ മാത്രമായിരുന്നു. അറിയപ്പെടുന്ന ആദ്യത്തെ ചേര ചക്രവർത്തി ഉദിയൻ ചേരലാതനാണ്. അതുകൊണ്ട് അദ്ദേഹമായിരിക്കണം 1-ാം പത്തിലെ നായകൻ എന്ന് ഊഹിക്കാം. രാജാക്കന്മാരുടെ വീരപരാക്രമങ്ങൾക്കൊപ്പം അക്കാലത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളും ഇതിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. ആ നിലയ്ക്ക് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്ര പഠനത്തിന് പതിറ്റുപ്പത്ത് വളരെ സഹായകമാണ്. പതികങ്ങൾ. പതിറ്റുപ്പത്തിലെ ഓരോ പത്തിന്റെയും ആരംഭത്തിൽ കാണുന്ന ആമുഖ കുറിപ്പുകളാണ് പതികങ്ങൾ. കഥാപുരുഷന്റെ പേര്, അപദാനങ്ങൾ, പുകഴ്ത്തിപ്പാടിയ കവി, കവിക്ക് കിട്ടിയ പാരിതോഷികം, ഇവയൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിര് കടന്ന അതിശയോക്തി പതികങ്ങളുടെ മുഖമുദ്രയാണ്. ഐതിഹ്യങ്ങളെയും മറ്റും ആസ്പദമാക്കി ഇവ പിൽക്കാലത്ത് എഴുതി ചേർത്തതായിരിക്കണം. വ്യാഖ്യാനങ്ങളോട് കൂടിയ ഗ്രന്ഥങ്ങളിലെ പതികങ്ങൾ കാണുന്നുള്ളൂ എന്നത് ഈ ഊഹത്തെ ബലപ്പെടുത്തുന്നു. അതുകൊണ്ട് ചരിത്രപരമായ കാഴ്ചപ്പാടിൽ പതികങ്ങൾ പൂർണ്ണമായും വിശ്വാസയോഗ്യമല്ല. വടക്കേ അറ്റത്തുള്ള ഏഴിമല രാജവംശം കണ്ണൂർ ജില്ലയിലാണ്. താരതമ്യേന ചെറിയ രാജ്യമായിരുന്നു. നന്ദൻ എന്നൊരു ഭരണാധികാരിയെ കുറിച്ച് സംഘകൃതികളിൽ പരാമർശം കാണുന്നുള്ളൂ. ഏഴിമല ഇന്നറിയുന്നത് ദക്ഷിണ നാവിക അക്കാദമിയുടെ ആസ്ഥാനം എന്ന നിലയിലാണ്. സംഘകാല ജീവിതവും സംസ്കാരവും. സംഘകാലമായപ്പോഴേക്കും ക്രമീകൃതവും സ്ഥിരവാസത്തോടു കൂടിയതുമായ കുടുംബജീവിതം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കുറിഞ്ഞി നിലത്തുള്ള വേട്ടുവരും കുറവരും അമ്പും വില്ലും ഉപയോഗിച്ച് കാട്ടുമൃഗങ്ങളെ വേട്ടയാടിയാണ് ഉപജീവനം കഴിച്ചിരുന്നത്.
കുറവർ കാട്ടുതിന കൃഷി ചെയ്തിരുന്നു. മാംസം ഉണക്കി സൂക്ഷിക്കുക, കായ്കനികളും വനവിഭവങ്ങളും ശേഖരിക്കുക, ഇതൊക്കെ സ്ത്രീകളുടെ ജോലിയാണ്. പർവ്വത ഗുഹകളിൽ പാർത്തിരുന്ന ഇക്കൂട്ടർ വീട് നിർമ്മിച്ചു തുടങ്ങിയെങ്കിലും ഭക്ഷണ സാധനങ്ങളും മറ്റും സൂക്ഷിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. വൃക്ഷലതാദികൾ തഴച്ചു വളരുന്ന വനഭൂമിയുടെ സവിശേഷതകളുള്ള മുല്ല നിലത്തുള്ളവരുടെ പ്രധാന തൊഴിൽ കാലിമേക്കലായിരുന്നു. അവരിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. കാലിമേക്കുന്നവർ കൂവലർ, പശുവിൻ പാലിൽ നിന്ന് നെയ്യുണ്ടാക്കുന്നവർ ആണ്ടർ, ആടുമേക്കുന്നവർ ഇടയർ. കാലിസമ്പത്തിനെ ആശ്രയിച്ചു ജീവിക്കുന്ന ഇവർ പൊതുവെ ആയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാർഷിക വൃത്തിക്കും ഏതാണ്ട് തുല്യ പ്രാധാന്യം ഉണ്ടായിരുന്നത് കൊണ്ട് രണ്ടുതരം സമ്പദ് വ്യവസ്ഥ ഇവിടെ നിലവിലിരുന്നതായി പറയാം. നദീതട പ്രദേശങ്ങളായ മരുതനിലങ്ങൾ എക്കൽ കയറി ഫലപുഷ്ടിയുള്ള മണ്ണും ജലസേചന സൗകര്യവും കൊണ്ട് നേരത്തെ തന്നെ കാർഷിക സമ്പദ് വ്യവസ്ഥ പുലർത്തിയിരുന്നു. നെല്ല്, കരിമ്പ്, വാഴ, മറ്റു ഫലവൃക്ഷങ്ങൾ ഇവയുടെ സമൃദ്ധി മരുതനിലങ്ങളെ ഐശ്വര്യപൂർണമാക്കി. പുരുഷന്മാരും സ്ത്രീകളും ഒരേപോലെ കാർഷിക ജോലികളിൽ വ്യാപൃതരായിരുന്നു. ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല അന്നത്തെ കൃഷിരീതികൾ എന്ന സംഘകൃതികളിൽ കാണുന്ന പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഉഴവ്, കൊയ്ത്ത്, മെതി ഇവയൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്. കാർഷിക വൃത്തിക്ക് സഹായകമെന്ന നിലയിൽ ഇവിടെ കാലി വളർത്തലും ഉണ്ട്. പൊതുവെ പറഞ്ഞാൽ മുല്ലനിലങ്ങളിലെയും മരുതനിലങ്ങളിലെയും ജനജീവിതത്തിന് പല കാര്യങ്ങളിലും സാദൃശ്യമുണ്ട്. തീരദേശമാണ് നെയ്തൽ. കേരളത്തിന് ദീർഘമായ കടൽ തീരമുണ്ട്. കൂടാതെ ഉൾനാടൻ ജലാശയങ്ങളും തോടും പുഴയും കായലും ധാരാളം ഉണ്ടല്ലോ. അതുകൊണ്ട് മീൻപിടുത്തം പ്രധാന ഉപജീവന മാർഗമായി. അതിൽ ഏർപ്പെട്ടിരുന്നവർ പരതവർ, മീനവർ, വലയർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. മീൻപിടുത്തം പുഴയിലും കായലിലും തീരക്കടലിലും മാത്രമായിരുന്നില്ല. വലിയ വലയുപയോഗിച്ച് പുറംകടലിൽ പോയി മത്സ്യബന്ധനം നടത്തിയിരുന്നതായും സമ്പന്നരായ അത്തരക്കാർക്ക് വലിയ വീടുകളും സംഭരണശാലകളും മറ്റും ഉണ്ടായിരുന്നതായും ഐങ്കുറുനൂറിലും പെരുമ്പണാറ്റുപടയിലും പറയുന്നു. കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വിളയിക്കുകയാണ് തീരദേശത്തെ മറ്റൊരു തൊഴിൽ. ഇതിലേർപ്പെട്ടിരുന്നവരാണ് ഉമണർ. അവരുടെ സ്ത്രീകൾ ഉമത്തിയാർ എന്നറിയപ്പെടുന്ന അവരുടെ സ്ത്രീകൾ ശുദ്ധീകരിച്ച വെള്ളയുപ്പ് ഉൾനാടുകളിൽ കൊണ്ടുപോയി വ്യാപാരം നടത്തിയിരുന്നു. ജലയാനങ്ങളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന വിദഗ്ധ തൊഴിലാളികൾ അക്കാലത്തുമുണ്ട്. പുഹാർ, മുച്ചിരി തുടങ്ങിയ തുറമുഖങ്ങളിൽ കപ്പലുകളും വാണിജ്യാവശ്യത്തിനുള്ള മറ്റു ജലായാനങ്ങളും നിർമ്മിച്ചിരുന്നതായി പതിറ്റുപ്പത്തിൽ പറയുന്നുണ്ട്. പാലയ നിലത്തിന് പല പ്രത്യേകതകളുമുണ്ട്. കുറിഞ്ഞി, മുല്ല ദേശങ്ങളുടെ അവസ്ഥാന്തരമാണ് പാലയ എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ജലസേചനത്തിന്റെ അഭാവം, പ്രതികൂല കാലാവസ്ഥ തുടങ്ങിയ കാരണങ്ങളാൽ ജനജീവിതം ദുരിതപൂർണമാകാം. അതുകൊണ്ട് താൽക്കാലിക വാസത്തിനെത്തുന്ന വേടന്മാരും പോരാളികളും മറവരും അപൂർവമായുള്ള കൊള്ളക്കാരുമല്ലാതെ മറ്റാരും ഇവിടെ സ്ഥിരമായി പാർക്കാറില്ല. വാണിജ്യം. സംഘകാലത്ത് ആഭ്യന്തര വ്യാപാരം ഏറിയ കൂറും സാധനങ്ങളുടെ കൈമാറ്റത്തിലൂടെയാണ് നടത്തിയിരുന്നത്. അതത് ഭൂപ്രദേശത്ത് സുലഭമായുള്ള ഉൽപ്പന്നങ്ങൾ മറ്റാവശ്യ സാധനങ്ങൾക്കായി കൈമാറ്റം ചെയ്തു പോന്നു. കുറിഞ്ഞി നിലത്തുള്ളവർ മാംസവും തോലും കൊടുത്ത് ധാന്യവും ഉൽപ്പന്നങ്ങളും വാങ്ങും. മുല്ലദേശത്തുള്ളവർ മത്സ്യമാംസങ്ങൾക്കും ധാന്യങ്ങൾക്കുമായി പാലും പാലുൽപ്പന്നങ്ങളും കൈമാറ്റം ചെയ്യും. മരുതം ദേശത്തുള്ളവർ കാർഷിക വിളകൾ കൊടുത്ത് മത്സ്യമാംസങ്ങൾ വാങ്ങും. നെയ്തൽ ദേശത്തുള്ളവർ മീനും ഉപ്പും കൊടുത്ത് ധാന്യവും മറ്റു സാധനങ്ങളും സ്വന്തമാക്കും. ഇതാണ് പൊതുവായ രീതി. ഒരേ ദേശത്തുള്ളവരും ആവശ്യാനുസരണം വിഭവങ്ങൾ കൈമാറ്റം ചെയ്യുകയായിരുന്നു പതിവ്. ദൈനംദിന ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തെരുവിൽ നടന്ന് വിൽപ്പന ചെയ്തിരുന്നു. പൂവിറ്റ് നടക്കുന്ന സ്ത്രീകൾ തെരുവുകളിലെ സ്ഥിരം സാധാരണ കാഴ്ചയായിരുന്നു അത്രേ. സാധന കൈമാറ്റത്തിൽ തുലാസ് ഉപയോഗിച്ചിരുന്നു. കോൽ എന്ന ഒരു തരം ത്രാസിനെ പറ്റി പരാമർശമുണ്ട്. ചെറിയ ഭാരം തൂക്കാനുള്ള കഴഞ്ചിക്കോലും കൂടുതൽ ഭാരം തൂക്കാനുള്ള വെള്ളിക്കോലും അടുത്ത കാലം വരെ കേരളത്തിൽ സർവ്വസാധാരണമായിരുന്നു. 100 പലം അഥവാ ഏതാണ്ട് 8 കിലോ തൂക്കാവുന്നതാണ് വെള്ളിക്കോൽ.
തട്ടാന്മാർ സ്വർണം തൂക്കാൻ ഉപയോഗിച്ചിരുന്ന ത്രാസാണ് കന്നം. ഉരച്ചു നോക്കിയാണ് ഇന്നത്തെ പോലെ അന്നും സ്വർണവില നിശ്ചയിച്ചിരുന്നത്. വ്യാപാര കേന്ദ്രങ്ങളും അന്നുണ്ടായിരുന്നു. ഇന്നും പ്രചാരമുള്ള അങ്ങാടി എന്ന പദം തന്നെ ചിലപ്പതികാരത്തിലും നറ്റിണയിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഭക്ഷ്യസാധനങ്ങൾ മുതൽ സ്വർണം വരെ എല്ലാം അവിടെ വിൽപ്പനയ്ക്കുണ്ട്. അങ്ങാടികളിലെ വ്യാപാരത്തിന് നാണയം ഉപയോഗിച്ചിരുന്നു. ദിനാരം, കാണം എന്നീ സ്വർണ്ണ നാണയങ്ങളും പളുങ്കുകാശും അകനാനൂറിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ചിലപ്പതികാരത്തിന്റെ കാലമായപ്പോഴേക്കും നാണയ സമ്പദ് വ്യവസ്ഥ പ്രചാരത്തിലായി. വ്യാപാര കാര്യങ്ങളിൽ ചില ധാർമ്മിക മര്യാദകൾ പാലിച്ചിരുന്നതായിട്ടാണ് സൂചന. കച്ചവടക്കാർ എടുക്കുന്ന ലാഭം പരസ്യപ്പെടുത്തിയിരുന്നു. വ്യാപാര ബന്ധത്തിൽ പാലിക്കേണ്ട ധാർമ്മിക നിലവാരം തിരുക്കുറൾ അനുശാസിക്കുന്നുണ്ട്. പ്രത്യേകതരം ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിൽ പാരമ്പര്യ സ്വഭാവം പുലർത്താൻ തുടങ്ങി എന്നും കരുതേണ്ടിയിരിക്കുന്നു. കൂലവാണികൻ അതായത് ധാന്യ കച്ചവടക്കാരൻ, അറുവൈ വാണികൻ അതായത് തുണിക്കച്ചവടക്കാരൻ, ഓലെ കടയത്താർ അതായത് ഓല വ്യാപാരി തുടങ്ങിയ പരാമർശങ്ങൾ അതിന്റെ സൂചനയാണ്. കച്ചവടക്കാർക്ക് പൊതുവെ പറയുന്ന ചെട്ടി എന്ന പദം മണിമേഖലയിലും ഉപയോഗിച്ചിട്ടുണ്ട്. സാമ്പത്തികം. സംഘകാലത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക നില പൊതുവെ ഭദ്രമായിരുന്നു. കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം. കന്നുകാലി വളർത്തൽ, മീൻപിടുത്തം, നായാട്ട് ഇവയും സമ്പദ് വ്യവസ്ഥയെ പോഷിപ്പിച്ചു. ഭൂമിയുടെ മേൽ സ്വകാര്യ സ്വത്തവകാശം ഉണ്ടായിരുന്നെങ്കിലും മേച്ചിൽപ്പുറങ്ങളും വിനോദ സ്ഥലങ്ങളും മറ്റും പൊതുസ്ഥലത്താണ്. ആഭ്യന്തര വ്യാപാരം അധികവും സാധന കൈമാറ്റത്തിലൂടെ ആയിരുന്നു. നാണയം ഉണ്ടായിരുന്നെങ്കിലും വിദേശ വ്യാപാരത്തിലാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. സംഘകാലത്ത് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കിയ പ്രധാന ഘടകം വിദേശ വ്യാപാരമാണ്. കുരുമുളക്, ഏലം, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവ്യഞ്ജന കാർഷിക വിളകൾക്ക് കേരളം അന്നേ പ്രസിദ്ധമായിരുന്നു. ഇവയുടെ കയറ്റുമതി ഇനത്തിലും തുറമുഖങ്ങളിൽ നിന്നുള്ള ചുങ്കം ഇനത്തിലും കൈവന്ന സമ്പത്ത് നാടിന്റെ ഐശ്വര്യാഭിവൃദ്ധിക്ക് വളരെയേറെ സഹായിച്ചു. രാജ്യതന്ത്രം, യുദ്ധം. ഓരോ രാജാവിനും അധികാരത്തിന്റെ പ്രതീകമായി ഓരോ മരമുണ്ട്. രാജ്യ അതിർത്തിയിലും രാജധാനിക്കു ചുറ്റിലും നട്ടു വളർത്തിയിരുന്ന ഇതിന് കാവൽ മരം എന്നാണ് പറയുക. ഒരു രാജാവ് യുദ്ധത്തിൽ തോറ്റാൽ അയാളുടെ കാവൽ മരം ജേതാവ് മുറിച്ചു മാറ്റും. പകരം ജേതാവിന്റെ കാവൽ മരം നട്ടുപിടിപ്പിക്കും. രാജാക്കന്മാർ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കും. അവരെ പ്രോത്സാഹിപ്പിക്കാനായി കവികൾ, ഗായകർ, നൃത്തവാദ്യക്കാർ ഇവരൊക്കെ മരണഭീതിയില്ലാതെ യുദ്ധകളത്തിൽ കടന്നു ചെല്ലും. യുദ്ധരംഗത്ത് വെച്ച് തന്നെ കുരവേ കൂത്ത് നടത്തിയിരുന്നതായും അതിൽ വിറലികൾ അതായത് നർത്തകികൾ പങ്കെടുത്തിരുന്നതായും പരാമർശങ്ങളുണ്ട്. തുല്യ പദവിയും പ്രതാപവുമുള്ള രാജാക്കന്മാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നത് വലിയ ബഹുമതിയായിട്ടാണ് കരുതി പോകുന്നത്. 7 രാജാക്കന്മാരെ തോൽപ്പിച്ചാൽ അധിരാജ പദവി നേടാം. പരാജിതരായ രാജാക്കന്മാരുടെ കിരീടത്തിലെ രത്നങ്ങൾ പതിച്ച 7 മുടി പതക്കം അണിയാം. യുദ്ധകളത്തിൽ വെച്ച് ശരീരത്തിന്റെ പിൻഭാഗത്ത് ആയുധം കൊണ്ട് മുറിവേൽക്കാൻ ഇടയാകുന്നത് പോരാളികൾക്ക് അപമാനമാണ്. അങ്ങനെ സംഭവിച്ചാൽ ഊരിപ്പിടിച്ച വാളുമായി വടക്കു ദിക്കിലേക്ക് നോക്കി ഉപവാസമിരിക്കും. 7-ാം നാൾ കുത്തി നിർത്തിയ വാൾമുനയിൽ ചാടി മരണം വരിക്കും. ഇതാണ് വടക്കിരിക്കൽ. യുദ്ധകളത്തിൽ വെച്ച് ആത്മാഭിമാനത്തിനുണ്ടാകുന്ന ക്ഷതം ആത്മാഹൂതി കൊണ്ട് കഴുകിക്കളഞ്ഞതായുള്ള പരാമർശങ്ങൾ സംഘകൃതികളിൽ അപൂർവമല്ല. വെണ്ണി എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തിൽ കരികാല ചോളനുമായുള്ള ഏറ്റുമുട്ടലിൽ ഉദിയൻ ചേരലാതന്റെ പുറത്തു മുറിവേറ്റു. ഇതിലുള്ള അപമാനം സഹിക്കവയ്യാതെ അദ്ദേഹം വടക്കിരുന്ന വീരസ്വർഗം പൂകിയത്രേ. സംഘകാലത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായിരുന്നു മന്റം. ഓരോ ഗ്രാമത്തിനും ഓരോ മന്റം ഉണ്ടായിരിക്കും. ആലിൻ ചുവട്ടിലോ മറ്റേതെങ്കിലും പൊതുസ്ഥലങ്ങളിലോ സമ്മേളിക്കുന്ന ഗ്രാമവൃദ്ധന്മാരുടെ ഈ സമിതികളാണ് ഗ്രാമവാസികളുടെ ഇടയിലുള്ള തർക്കങ്ങളും വഴക്കുകളും പറഞ്ഞൊതുക്കിയിരുന്നത്. കുറ്റവിചാരണ ചെയ്യലും ശിക്ഷ നടപ്പാക്കലും ഇവരുടെ ചുമതല തന്നെ. ഗ്രാമത്തിന്റെ പൊതു ആലോചിച്ചു തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും ഈ ഗ്രാമസമിതിയാണ്. സാമൂഹികം, മതപരം. കൃത്യമായ ജാതി വ്യവസ്ഥയോ സാമൂഹികമായ വേർതിരിവുകളോ സംഘകാലത്തുണ്ടായിരുന്നില്ല. ജനങ്ങൾ സാമൂഹികമായ സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും കഴിഞ്ഞുകൂടി.
ദ്രാവിഡ സംസ്കാരത്തിന്റെ ജീവൻ തന്നെ ജാതിയില്ലായ്മയായിരുന്നു. തൊഴിലിനെയും വാസസ്ഥലത്തെയും ആസ്പദമാക്കിയുള്ള വിഭജനമേ സമൂഹത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. കുറിഞ്ഞി നിലത്തുള്ളവൻ കുറവൻ, മുല്ലൈ നിലത്ത് ഉള്ളവൻ ഇടയൻ, മരുത നിലത്തുള്ളവൻ ഉഴവർ, നെയ്തൽ നിലത്തുള്ളവൻ വാലൻ. അധ്വാനത്തിന്റെ മഹത്വം എവിടെയും അംഗീകരിക്കപ്പെട്ടിരുന്നതിനാൽ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചനീതിത്വം പാലിച്ചിരുന്നില്ല. കുറവർ, വേടർ, മറവർ, പാണർ മുതലായവർക്ക് സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുണ്ട്. രാജാക്കന്മാർ പോലും അവരെ മാനിച്ചിരുന്നു. രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് കാരണക്കാരായ കൃഷിക്കാർ പ്രത്യേകിച്ച് രാജ്യപ്രീതിക്ക് അർഹരായി. വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഇക്കൂട്ടർക്ക് ഒരു കാരണവശാലും നിഷേധിച്ചിരുന്നില്ല. പാണന്മാർ പ്രത്യേകിച്ചും പാണ്ഡിത്യത്തിലും മറ്റും മുൻപന്തിയിലായിരുന്നു. പരണർ, കപിലർ തുടങ്ങിയ സംഘകവികൾ പാണന്മാരായിരുന്നു അത്രേ. ചുരുക്കത്തിൽ സംഘകാലത്ത് ജാതിയുടെ പേരിലുള്ള ഉച്ചനീതിത്വങ്ങളും തീണ്ടലും തൊടിയിലും പോലുള്ള ദുരാചാരങ്ങളും ഒന്നും കേരളീയ ജീവിതത്തെ അലങ്കോലപ്പെടുത്തിയിരുന്നില്ല. അവയൊക്കെ പിൽക്കാല സംഭാവനകളാണ്. സ്ത്രീകൾക്ക് സമൂഹത്തിലുണ്ടായിരുന്ന ഉന്നത പദവി സംഘകാല സാമൂഹിക ജീവിതത്തിന്റെ ശ്രദ്ധാർഹമായ സവിശേഷതയാണ്. പൂർണ്ണമായ വിദ്യാഭ്യാസം ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും സ്ത്രീകൾ അനുഭവിച്ചു വന്നു. ഉയർന്ന തോതിലുള്ള വനിതാ വിദ്യാഭ്യാസത്തിന്റെ ഫലമായി വാസനാസമ്പന്നരായ പല കവിയത്രികളും അക്കാലത്തുണ്ടായി. ഔവ്വയ്യാർ ഇതിന് ഉദാഹരണമാണ്. വിവാഹത്തിന് പെൺപണം കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. വധുവിന്റെ മാതാപിതാക്കൾക്ക് വരൻ പണമോ ധാന്യമോ ഗോധനമോ മറ്റു പാരിതോഷികങ്ങളോ കൊടുക്കുകയായിരുന്നു പതിവ്. ഈ ആചാരം ചില ഗിരിവർഗക്കാരിലും കുട്ടനാട്ടിലെ പുലയരിലും ഇപ്പോഴുമുണ്ട്. വിവാഹത്തിന് താലി കെട്ടുന്ന പതിവുണ്ടായിരുന്നില്ല. കുറിഞ്ഞി നിലത്തുള്ള വരൻ വിവാഹ സമയത്ത് പുലിപ്പല്ല തുടങ്ങിയ പാരിതോഷികങ്ങൾ വധുവിന് നൽകിയത് കോർത്ത് കഴുത്തിൽ കെട്ടിയതിന്റെ രൂപാന്തരമാകാം പിന്നീട് വന്ന താലികെട്ട്. ബഹുഭാര്യാത്വവും ശൈശവ വിവാഹവും ഉണ്ടായിരുന്നില്ല. വിധവാ വിവാഹത്തിന് സമൂഹം അനുവാദം നൽകിയിരുന്നു. എന്നാൽ ആണ്ട്യരൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉടന്തടി ചാടി മരിച്ചതായി പുറം 240 പറഞ്ഞു കാണുന്നു. ഇതൊരൊറ്റപ്പെട്ട സംഭവമായേ കരുതാനുള്ളൂ. ഗണികകളെ പറ്റി പ്രസ്താവം കാണുന്നുണ്ടെങ്കിലും പൊതുവെ സ്ത്രീകളുടെ സന്മാർഗനിഷ്ഠ ഉയർന്നതായിരുന്നു. ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. കൃഷിപ്പണിയിലും തുന്നൽ പണിയിലും വ്യാപാരത്തിലും ഏർപ്പെട്ടിരുന്നവർ ധാരാളമുണ്ട്. പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു. കൂട്ടത്തിൽ ഓല, തഴ എന്നിങ്ങനെയുള്ള കർണാഭരണത്തിന് നല്ല പ്രചാരമുണ്ടായിരുന്നു. പല ഗിരിവർഗക്കാരും പ്രാകൃതവർഗക്കാരും കാതു നീട്ടി വളർത്തി ഇത് അണിയാറുണ്ട്. ആഹാര സാധനങ്ങളെ കുറിച്ചും ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളെ കുറിച്ചും സംഘകൃതികളിൽ പരാമർശമുണ്ട്. ചോറായിരുന്നു പ്രധാന ഭക്ഷണം. മീനുമിറച്ചിയും ധാരാളം ഉപയോഗിച്ചിരുന്നു. വിവാഹ സൽക്കാരങ്ങളിലും മറ്റും നെയ്ച്ചോറും ആട്ടിറച്ചിയും പ്രധാന വിഭവങ്ങളായിരുന്നു. നാടൻ മദ്യവും വിദേശ മദ്യവും ഉപയോഗിച്ചിരുന്നെങ്കിലും സാധാരണക്കാർക്ക് പനങ്കള്ള് മുതലായ നാടൻ മദ്യമായിരുന്നു അധികം ഇഷ്ടം. പുറം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന സുഗന്ധിയായ ശീതള മദ്യം രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പ്രിയങ്കരമായിരുന്നു. മുന്നീർ അഥവാ പനങ്കള്ള, ഇളനീര്, കരിമ്പിൻ നീര് ഇവ സ്ത്രീകളും ഉപയോഗിക്കും. മൺപാത്രങ്ങളാണ് സാധാരണക്കാർ ഉപയോഗിക്കാറുള്ളത്. വെള്ളിപ്പാത്രങ്ങളും സ്വർണ്ണപാത്രങ്ങളും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഉപയോഗിച്ചിരുന്നു. ഇരുമ്പ് കൊണ്ടുള്ള കലപ്പയും അരിവാളും കോടാലിയും പ്രചാരത്തിലായി. സംഘകാലത്ത് ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും പ്രത്യേക മതമൊന്നുമില്ലായിരുന്നു. ഒരു പ്രത്യേക മതത്തിലും അധിഷ്ഠിതമല്ലാത്ത ദ്രാവിഡ ആചാരങ്ങളായിരുന്നു ജനങ്ങൾ പിന്തുടർന്നിരുന്നത്. പ്രകൃതി ശക്തികളെയും പൂർവികരെയും വൃക്ഷങ്ങളെയും ആരാധിച്ചിരുന്നു. കൊറ്റവൈ എന്ന സമരദേവതയായിരുന്നു മറ്റൊരു പ്രധാന ആരാധനാമൂർത്തി. മദ്യവും മാംസവും നിവേദ്യങ്ങളായി അർപ്പിച്ച് എല്ലാവരും കൊറ്റവയെ പ്രീതിപ്പെടുത്തിയിരുന്നു. ആര്യ ജനതയുടെയും ആര്യ മതത്തിന്റെയും അധിനിവേശം ചെറിയ തോതിൽ തുടങ്ങിയിരുന്നു എന്ന് പറയാമെങ്കിലും സാമൂഹ്യ ജീവിതത്തിൽ പ്രകടമായ ലക്ഷണങ്ങളൊന്നും കണ്ടു തുടങ്ങിയിരുന്നില്ല. ബുദ്ധ ജൈന മത ദർശനങ്ങൾ സ്വാധീനിച്ചു തുടങ്ങിയതിന്റെ ലക്ഷണങ്ങൾ കാണാനുണ്ട്. ശവസംസ്കാരം. ചുടുക. പട്ടണത്തിന് പുറത്തുള്ള കാട്ടിൽ കാകനും കഴുകനും മറ്റും ഭക്ഷണമാകത്തക്ക വിധം ഇടുക. കുഴിച്ചു മൂടുക. ഭൂമിക്കടിയിൽ കല്ലുകൊണ്ട് അറയുണ്ടാക്കി അതിലടയ്ക്കുക. താഴി കുഴിച്ചു വെച്ച് ശവം അതിനുള്ളിലാക്കി മൂടുക എന്നിങ്ങനെ 5 വിധത്തിലുള്ള ശവസംസ്കാര രീതികൾ പുറം കവിതയിൽ പരാമർശിക്കുന്നുണ്ട്. ചുടുക അഥവാ ദഹിപ്പിക്കൽ സാധാരണമായിരുന്നു.
ശ്മശാനത്തിന് ചുടുകാട് എന്ന പേര് അങ്ങനെയാണ് ഉണ്ടായത്. ശവം കല്ലറയിൽ അടയ്ക്കുന്ന സമ്പ്രദായം പല ഭാഗത്തുമുണ്ട്. സേലം, കോയമ്പത്തൂർ ഭാഗത്ത് ഇവയ്ക്ക് പാണ്ഡവ കുഴികൾ എന്നും, ദേവികുളം ഭാഗത്ത് പഞ്ചപാണ്ഡവർ മഠങ്ങൾ എന്നും, മറ്റു ചിലയിടത്ത് പാണ്ഡവർ പടുക്ക, പാണ്ഡുകുഴികൾ എന്നും പറയാറുണ്ട്. കൊച്ചി മലബാർ ഭാഗത്ത് കാണുന്ന തുപ്പിക്കല്ലും കുടക്കല്ലും കേരളത്തിന് സവിശേഷമായുള്ള ശ്മശാന സ്മാരകങ്ങളാണ്. ഈ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി.